ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ഓർഗനൈസേഷൻ ഹാക്സ് ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന സാധനങ്ങളിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ പെന്നുകളുടെ ടോപ്പുകൾ. സാധാരണ നമ്മുടെ വീട്ടിൽ കുട്ടികളും നമ്മൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഒരു ആഴ്ചയിൽ മിനിമം ഒരു 3-4 പെന്നെങ്കിലൊക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കാറുണ്ട്. അത്തരം പെന്നുകളുടെ ടോപ്പുകൾ വെച്ചിട്ടുള്ള കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഐഡിയാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം തന്നെ ഹോം ഓർഗനൈസേഷൻ, DIY, ഹോം മേക്കിംഗ് റിലേറ്റഡ് ആയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. സാധാരണയായിട്ട് നമ്മൾ ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു പേജ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് മാർക്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതിന് പകരമായിട്ട് ബുക്ക് മാർക്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പഴയ പെന്നുകളുടെ ടോപ്പുകൾ ഇതേ രീതിയിൽ ഉപയോഗിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതുപോലത്തെ സെല്ലോ ടൈപ്സ് അല്ലേ. പലപ്പോഴും നമ്മൾ സെല്ലോ ടൈപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു എൻ പാർട്ട് എവിടെയാണെന്ന് കുറേ നമ്മൾ തിരയാറുണ്ട് അല്ലേ. ശരിക്കും നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച് തിരിച്ചെടുത്ത് വെക്കുന്ന സമയത്ത് ഇതിൽ ആ ഏത് എൻഡായിട്ടുള്ള പാർട്ടുണ്ടല്ലോ ആ പാർട്ടിൽ നമ്മൾ ഒരു പെന്നിൻ്റെ ടോപ്പ് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ നമ്മൾ റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പാക്കറ്റുകൾ ഉണ്ടാവുമല്ലോ. ആ പാക്കറ്റുകൾ നമ്മൾ ഒരുപാട് നാളത്തേക്കൊന്നും അല്ല സൂക്ഷിച്ച് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലത്തെ പാക്കറ്റുകളൊക്കെ കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെന്നുകളുടെ ടോപ്പുകൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നന്നായി മടക്കിയെടുത്തതിന് ശേഷം രണ്ട് സൈഡിലും പെന്നുകളുടെ ടോപ്പുകൾ വെച്ചിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഒരു പെന്നിൻ്റെ ടോപ്പും കുറച്ച് മാസ്കിംഗ് ടൈപ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് അറേഞ്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ആ പെന്നിൻ്റെ ടോപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ ഈ മാസ്കിംഗ് ടൈപ്സ് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. പലപ്പോഴും നമ്മൾ നമ്മുടെ കിച്ചണിൽ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പെന്നൊക്കെ വെക്കാറുണ്ട്. പലപ്പോഴും അത് എപ്പോഴും കാണാതാവുന്നൊരു പ്രോബ്ലം ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പെന്ന് നമുക്ക് ചുമരിൽ തന്നെ ഇതേ രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. പെന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്ന് മാത്രമല്ല, ഇതിനൊപ്പം തന്നെ നമ്മൾ ഗ്രോസറി ലിസ്റ്റൊക്കെ എഴുതാനുള്ള പേപ്പറുകൾ കട്ട് ചെയ്തിട്ടും ഇതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. സാധാരണ നമ്മൾ നമ്മുടെ മാസ്ക് അതുപോലെ തന്നെ കീ ഒക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഹാങ്ങിങ് ഹുക്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഈ ഹാങ്ങിങ് ഹുക്സ് ഇല്ലാത്തവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നമ്മുടെ പെന്നുകളുടെ ടോപ്പുകളിൽ ഇതേപോലെ മാസ്കിംഗ് ടേപ്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചുമരിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീ അതുപോലെ തന്നെ മാസ്ക് എല്ലാം ഈസി ആയിട്ട് ഹാങ് ചെയ്ത് ഇടാം.
പലപ്പോഴും നമ്മളൊക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഫാനൊക്കെ ഓൺ ചെയ്ത് എഴുതുന്ന സമയത്ത് ഇതുപോലെ പേപ്പറുകൾ പറക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട് അല്ലേ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിക്കൊണ്ട് ഇരിക്കുന്ന പെന്നിൻ്റെ ടോപ്പ് തന്നെ ആ ഒരു പേജിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പേപ്പറൊന്നും പറക്കാണ്ട് തന്നെ എഴുതിയെടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ഇതുപോലത്തെ A4 പേപ്പറുകളൊക്കെ നമ്മൾ പേപ്പർ ക്ലിപ്സ് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ. ഇൻ കേസ് നമ്മുടെ കയ്യിൽ പേപ്പർ ക്ലിപ്സ് ഇല്ല എന്നുണ്ടെങ്കിലും അതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ ഈ പെന്നുകളുടെ ടോപ്പുകൾ ഇതുപോലെ ഉപയോഗിച്ചെടുക്കാം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ചെറിയ ഐഡിയാസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.